ബി.ജെ.പിയിൽ ദേശീയതല അഴിച്ചുപണി. കെ സുരേന്ദ്രന് ദേശീയ സെക്രട്ടറി പദവി. എ.പി. അബ്ദുള്ളക്കുട്ടി പുറത്ത്. അങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷം ബി.ജെ.പി പാർട്ടിയൊന്ന് പൊടിതട്ടി ശുദ്ധീകരിച്ചു. അതെ, കഴിഞ്ഞ ദിവസം ബി.ജെ.പിയിൽ ദേശീയ തലത്തിൽ വൻ സംഘടനാ അഴിച്ചുപണിയാണ് നടന്നത്. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവ് കെ സുരേന്ദ്രനെ ദേശീയ സെക്രട്ടറിയായി നിയമിച്ചു. ദേശീയ വൈസ് പ്രസിഡന്റായിരുന്ന എ.പി. അബ്ദുള്ളക്കുട്ടിയെ ഭാരവാഹി പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. അതേസമയം അനിൽ ആന്റണി ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് തുടരും. ഇതാണ് പുതിയ തീരുമാനം. ബീഹാറിൽ നിന്നുള്ള നിതിൻ നബിൻ ബി.ജെ.പി ദേശീയ പ്രസിഡന്റായി ചുമതലയേറ്റ് 7 മാസം പിന്നിടുമ്പോഴാണ് പുതിയ ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചത്. സംഘടനയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനൊപ്പം വിവിധ സംസ്ഥാനങ്ങൾക്കും സാമൂഹിക വിഭാഗങ്ങൾക്കും തിരഞ്ഞെടുപ്പ് മുന്നിൽ കാണുന്ന സംസ്ഥാനങ്ങൾക്കും പ്രാതിനിധ്യം നൽകുന്ന തരത്തിലാണ് പുതിയ പട്ടിക. മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ ദേശീയ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചിട്ടുണ്ട്. 8 ജനറൽ സെക്രട്ടറിമാരിൽ ഏക വനിത സ്മൃതി ഇറാനിയാണ്. ഉത്തർപ്രദേശിൽ പാർട്ടിയുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്മൃതി ഇറാനിക്ക് നിർണായക സംഘടനാ ചുമതല നൽകുന്നതെന്നാണ് വിലയിരുത്തൽ. നേരത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന റാം മാധവിനെ ദേശീയ വൈസ് പ്രസിഡന്റാക്കി. ത്രിപുര മുൻ മുഖ്യമന്ത്രി ബിപ്ലബ് കുമാർ ദേബും ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തി. വിനോദ് താവ്ഡെയും സുനിൽ ബൻസാലും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരും. അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രധാന സംഘടനാ ചുമതല ഇരുവർക്കും നൽകും. ബൻസാൽ നേരത്തെ പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നു. താവ്ഡെക്ക് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചുമതലയും ഉണ്ടായിട്ടുണ്ട്. അസമിൽ നിന്നുള്ള ഹരീഷ് ദ്വിവേദി, രാജസ്ഥാനിൽ നിന്നുള്ള സതീഷ് പുനിയ, മധ്യപ്രദേശിൽ നിന്നുള്ള ഗജേന്ദ്ര പട്ടേൽ, സഞ്ജയ് ഭാട്ടിയ എന്നിവരും ദേശീയ ജനറൽ സെക്രട്ടറിമാരായി. പുതിയ ദേശീയ ഭാരവാഹി പട്ടികയിൽ 12 വനിതകൾ ഇടം നേടി. ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് 13 പേരാണുള്ളത്. ഇതിൽ 6 വനിതകളാണ്. മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജിയും വൈസ് പ്രസിഡന്റായി തുടരും. ഉത്തർപ്രദേശിൽ നിന്നുള്ള പ്രൊഫസർ താരിഖ് മൻസൂറിനും ദേശീയ ഉപാധ്യക്ഷ പദവി ലഭിച്ചു. വിവിധ ജാതി വിഭാഗങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതാണ് പുതിയ പട്ടികയിലെ പ്രധാന സവിശേഷത. സംഘടനാ പുനഃസംഘടനയിലെ ശ്രദ്ധേയമായ മറ്റൊരു മാറ്റം ബി.ജെ.പി IT സെൽ മേധാവി സ്ഥാനത്ത് അമിത് മാളവിയെ മാറ്റിയതാണ്. കെമിസ്ട്രി പ്രൊഫസറായ ദീപക് മസ്കിയാണ് പുതിയ IT സെൽ മേധാവി. യുവതലമുറയെ പാർട്ടിയുടെ ഡിജിറ്റൽ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കുക എന്നതായിരിക്കും പുതിയ IT മേധാവിക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. അനിൽ ബലോണി മീഡിയ ചുമതലയിൽ തുടരും. സംഘടനാ കാര്യങ്ങളുടെ ജനറൽ സെക്രട്ടറി BL സന്തോഷും സ്ഥാനത്ത് തുടരും. ട്രഷററായി പീയൂഷ് ഗോയലിനെ നിയമിച്ചു. കേരള ബി.ജെ.പിയിൽ ദീർഘകാലം സംഘടനാ ചുമതല വഹിച്ച നേതാവാണ് കെ സുരേന്ദ്രൻ. 11 വർഷത്തോളം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സുരേന്ദ്രൻ 2020 മുതൽ 5 വർഷം സംസ്ഥാന അധ്യക്ഷനുമായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു പിന്നാലെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. തുടർന്ന് സുരേന്ദ്രന് രാജ്യസഭാ സീറ്റ് ലഭിക്കുമെന്നോ ദേശീയ തലത്തിൽ സംഘടനാ ചുമതല ലഭിക്കുമെന്നോ അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. ഇപ്പോൾ ആ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് കെ സുരേന്ദ്രന് ദേശീയ സെക്രട്ടറിയുടെ ചുമതല നൽകിയിരിക്കുകയാണ് ബി.ജെ.പി നേതൃത്വം. കേരളത്തിലെ സംഘടനാ പരിചയം ദേശീയ തലത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിനൊപ്പം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും സുരേന്ദ്രന്റെ പുതിയ ചുമതല നിർണായകമാകും. നിതിൻ നബിന്റെ നേതൃത്വത്തിൽ ബി.ജെ.പിയുടെ ദേശീയ സംഘടനാ സംവിധാനത്തിൽ വരുത്തിയ ഈ മാറ്റങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായുള്ള തന്ത്രപരമായ പുനഃസംഘടനയായാണ് വിലയിരുത്തപ്പെടുന്നത്.